ഒരിടത്ത് ഒരമ്മപ്പുഴുവും അമ്മപ്പുഴുവിന്റെ 4 ഓമന മക്കളും ഉണ്ടായിരുന്നു. കുഞ്ഞു പുഴുക്കൾ അവരുടെ പഞ്ചാര പുഴുവമ്മയുടെ കൂടെ ആടിയും പാടി എത്ര സന്തോഷത്തോടെയാണെന്നോ ജീവിച്ചു പോന്നെ. കുഞ്ഞു പുഴുക്കൾ എന്നും അമ്മപ്പുഴുവിന്റെ കൂടെ നല്ല തളിർത്ത പുൽനാമ്പുകൾ തിന്നുവാൻ പോവുകയായിരുന്നു. ഹോ, എന്ത് രുചിയാണെന്നോ! അങ്ങനെ വളരെ സന്തോഷത്തോടെ നല്ല രുചികരമായ പുൽനാമ്പുകളൊക്കെ തിന്ന് ആടിയും പാടി അവർ ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പുൽനാമ്പുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ദൂരെ കുറെ കുഞ്ഞിപ്പുഴുക്കൾ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഹാ, ഇതാരാ ഈ കളിച്ചെന്നേ? കുഞ്ഞിപ്പുഴുക്കൾ അതാരാന്ന് നോക്കാൻ തലപൊക്കി നോക്കിയപ്പോ ഉണ്ടല്ലോ, ഹായ്, എത്ര രസമുള്ള കാഴ്ചയാ! നല്ല മനോഹരമായ ചെടികൾ, പഴങ്ങൾ, പൂക്കൾ, നല്ല കള എന്നൊഴുകുന്ന കുഞ്ഞരുവി. ഷോ, ഈ അമ്മ എന്താ ഞങ്ങളെ ഇതുവരെ ഇവിടെ കൊണ്ടുപോകാഞ്ഞത്? പോയിരുന്നേ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒരുപാട് നുരച്ച് കളിച്ചായിരുന്നു. അവിടേക്ക് പോകണമെന്ന് അവർ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. നമ്മുടെ ശത്രുക്കളായ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. കുഞ്ഞുങ്ങളായ നിങ്ങളെ കണ്ടാൽ അവർ തീർച്ചയായും ഉപദ്രവിക്കും. കുട്ടികൾ എത്ര വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ടും അമ്മപ്പുഴു സമ്മതിച്ചില്ല. അമ്മപ്പുഴു അവരെയും കൂട്ടി വീട്ടിൽ പോന്നു. കുഞ്ഞിപ്പുഴുക്കൊക്കെ ആകെ സങ്കടമായി. അമ്മപ്പുഴുവിന് ഞങ്ങൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാ അവിടെ കളിച്ചാൻ കൊണ്ടുപോകാഞ്ഞത്. അവർ വിഷമത്തോടെ ചിന്തിച്ചു. ദൂരെയുള്ള ആ പുൽമെട്ടിൽ പോയി ഇതുവരെയും കഴിക്കാത്ത ചെടികളുടെ തളിർത്ത ഇലകളും പഴങ്ങളും രുചിച്ചു നോക്കാനും പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാനും അവരോടൊപ്പം കളിക്കാനും അവർക്ക് ആഗ്രഹം ഉള്ളി വർദ്ധിച്ചു വന്നു. പക്ഷെ എന്തു ചെയ്യും? അമ്മപ്പുഴു സമ്മതിക്കത്തില്ല. അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അവിടെ പോകാൻ അവർ അന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഒരു ദിവസം അമ്മപ്പുഴു കൂട്ടുകാരിയോടൊപ്പം അപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തക്കത്തിനവർ പാത്തും പതുങ്ങി അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് വേഗം ദൂരെയുള്ള പുൽമേട് ലക്ഷ്യമാക്കി നടന്നു. ആ പുൽമേട്ടിൽ ചെന്നപ്പോൾ കുറച്ച് താഴ്ന്നുവെങ്കിലും അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദവും ആവേശവും തോന്നി. അവർ ആക്രാന്തത്തോടെ അടുത്ത് കണ്ട ഇലകളും കായ്കളും കഴിക്കാൻ തുടങ്ങി. ഹാ, എന്ത് രസമാ! അവരെങ്ങനെ ചിന്തിച്ചു. ആടിയും പാടിയും പുൽനാമ്പുകൾ തിന്നുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് അവര് നല്ല ചുവന്ന് പഴുത്ത് തുടുത്ത പഴമുള്ളൊരു ചെടി കണ്ടു. അവർ ആക്രാന്തത്തോടെ ആ ചെടിയിലേക്ക് കയറി ആ പഴം കഴിക്കാൻ തുടങ്ങി. ഹോ, എന്തൊരു മധുരം! ഇത്രയും നാളും ഇത്രയും മധുരമുള്ള ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ഇത്രയും രുചിയുള്ള പഴം നമുക്ക് അമ്മ കാണിച്ചു തരാത്തത് അമ്മയ്ക്ക് നമ്മളോട് സ്നേഹമില്ലഞ്ഞിട്ടാണ്, അവർ ചിന്തിച്ചു. പെട്ടെന്ന് ദൂരെ നിന്നൊരു കൂർത്ത ചുണ്ട് അവരെ ലക്ഷ്യമാക്കി ആ മരത്തിലേക്ക് വന്നു. ഒരു ഭീമാകാരനായ അടയ്ക്കാപ്പക്ഷി. അയ്യോ! അവര് പേടിച്ചു കരയാൻ അന്ന് തുടങ്ങി. ഭയന്ന് വിറച്ച അവർ ഒരു ഇലയുടെ മറകിൽ ഒളിച്ചു. അപ്പോഴാണ് അമ്മ എന്തുകൊണ്ടാണ് തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായത്. അമ്മ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്തപ്പോ അവർക്ക് ഭയത്തോടൊപ്പം കുറ്റബോധവും വന്നു. ഭയന്ന് വിറച്ച് ഒരുപാട് നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. ഇരുട്ടായിട്ടും വല്ലാതെ വിശന്നിട്ടും ഭയം കാരണം അവർ പുറത്തിറങ്ങിയില്ല. പെട്ടെന്ന് പരിചയമുള്ള ഒരു ശബ്ദം അവർ കേട്ടു. ധൈര്യം സംഭരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതാ വരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും തളർന്ന മുഖവുമായി അവരെ അന്വേഷിച്ചുകൊണ്ട് അമ്മപ്പുഴു. അമ്മയെ കണ്ടപ്പോഴവർക്ക് അതിയായ സന്തോഷവും ധൈര്യവും തോന്നി. അവർ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു.
മക്കളെ കാണാതെ കരഞ്ഞു തളർന്നു അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അമ്മ അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. അമ്മ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മക്കളെ പറ്റിയത്? എന്റെ പൊന്നോമനകളെ കാണാതെ അമ്മ എന്ത് വിഷമിച്ചെന്നറിയാമോ? അമ്മ പുഴ വിതുമ്പി കൊണ്ട് പറഞ്ഞു. അപ്പോ കുഞ്ഞുങ്ങൾ നടന്ന സംഭവമെല്ലാം അമ്മയോട് പറഞ്ഞു. ഇനി ഒരിക്കലും അമ്മ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാതെ ഇരിക്കത്തില്ല. ഇത് കേട്ട അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. അമ്മപ്പുഴുവും കുഞ്ഞുപുഴുക്കളും മതിയാവോളം പഴങ്ങളും ഇലകളും കഴിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഒരിക്കലും അമ്മ പറഞ്ഞത് അവർ അനുസരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് നല്ല കുട്ടികളായി വളർന്ന ആ കുഞ്ഞുമക്കൾ വളരെ കാലം അമ്മയോടൊപ്പം സുഖമായി ജീവിച്ചു. ഈ കഥ കേൾക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമല്ലോ.